ഈ ഒരു ഒറ്റ കാര്യം പ്രാക്ടീസ് ചെയ്താൽ തന്നെ സ്ട്രെസ്സിന് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. എപ്രീസിയേഷൻ തെറാപ്പി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ബ്ലെസ്സിങ്സ്, ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പീരിയൻസ് എന്നിവ കാണാനും അവയെ മനസ്സോടെ അപ്രീസിയേറ്റ് ചെയ്യാനുമാണ്. ഒരു ബിസിനസ് ഓണർ കൺസൾട്ടേഷൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല റവന്യൂ ഉണ്ട്, നല്ല ക്ലയൻസ് ഉണ്ട്, നല്ലൊരു ടീമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും പ്രോബ്ലംസ്, മിസ്റ്റേക്സ്, കംപ്ലയിൻറ്റ്സ് എന്നിവയിലായിരുന്നു. ക്രമേണ അദ്ദേഹത്തിന് സ്ട്രെസ് വർദ്ധിച്ച് സ്ലീപ്പ് കുറയാൻ തുടങ്ങി, ടീം റിലേഷൻഷിപ്സ് മോശമായി, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാൻ തുടങ്ങി. ഒരു സിമ്പിൾ എക്സസൈസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അതായത് ഡെയിലി രാത്രി നിങ്ങൾ എപ്രീഷിയേറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എഴുതണം. അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും ഒരാളോടെങ്കിലും ജെന്യുവനായിട്ട് ഒരു എപ്രീസിയേഷൻ മെസ്സേജ് കൺവേ ചെയ്യണം. ലൈക്ക് ഐ അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്, ഐ എം ഗുഡ് അറ്റ് യുവർ എഫേർട്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇപ്പം നല്ല സ്ട്രെസ്സിന് നല്ല മാറ്റമുണ്ട്, മനസ്സിന് നല്ല പീസ് ഓഫ് മൈൻഡ് നല്ല അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എപ്രീസിയേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ കുറയാനും, ഡോപ്പമിൻ, സെറോട്ടോണിൻ പോലുള്ള ഹോർമോൺസ് ഉയരാനും, ഇമോഷണൽ റെസിലിയൻസ് വർദ്ധിക്കാനും ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? ഇതിനെക്കുറിച്ച് നല്ലൊരു മാറ്റം വരണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ DM ഫോർ ഫ്രീ കൺസൾട്ടേഷൻ. താങ്ക് യു.